Hey everyone, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ച് നിങ്ങളുടെ മുടി സ്ട്രെയിറ്റൻ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ. ടെമ്പററി ആയിട്ട് സ്ട്രെയിറ്റൻ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മിക്കവരുടെ കയ്യിലും കാണും ഇങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ്നർ ഇല്ലേ, നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുന്ന കുറേ പേരെങ്കിലും കാണും. ഞാനും ഇങ്ങനെ കുറേ നാളിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ട്രൈ ചെയ്ത് ഇപ്പോൾ കുറേയൊക്കെ ഓക്കെ ആണ്. എനിക്ക് തനിയെ തന്നെ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്യാം എന്നൊരു രീതിയിലായി. എൻ്റെ മുടി എന്ന് പറയുന്നത് 2 തവണ കെമിക്കലി ട്രീറ്റ് ചെയ്തിട്ടുള്ള ഹെയറാണ്. അതായത് 2 തവണ ഞാൻ സ്മൂത്തൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ തുടങ്ങുമ്പോൾ എൻ്റെ മുടി ഒരു ഇതുവരെയൊക്കെ ഹാഫ് കേളി, പിന്നെ ഒരു ചെറിയ രീതിയിൽ സ്ട്രെയിറ്റ് ആയിരിക്കുന്നത് കാണാം. കാരണം എന്ന് പറയുന്നത് ഞാൻ സ്മൂത്തൻ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം ആവാറേ. അപ്പോൾ എൻ്റെ ശരിക്കുള്ള ഹെയറാണ് മുകളിലത്തെ ഭാഗത്ത് കേളി ആയിട്ടിരിക്കുന്നത്, ബാക്കി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കുന്നത്. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഞാൻ മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് എവിടെയെങ്കിലും പാർട്ടിക്കോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് സ്ട്രെയിറ്റൻ ചെയ്യാം. അത് എങ്ങനെയൊക്കെ ചെയ്താൽ കുറേ നേരം ഇങ്ങനെ തന്നെ നിൽക്കും എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞു കുട്ടികളടുത്ത് പറയാനുള്ളത്, ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളടുത്ത് പറയാനുള്ളത്, ഈ ഹെയർ സ്ട്രെയിറ്റനിങ് എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതല്ല. എല്ലാവരുടെ കൂടെയാണ്, എന്നാലും ടീനേജുകാരടുത്ത് കൂടുതലായിട്ട് പറയാണ്. നമ്മുടെ ഹെയറിനെ ഒത്തിരി അങ്ങ് ഹീറ്റൊക്കെ കൊണ്ട് അങ്ങ് ചീത്താക്കണം നല്ലതല്ല. ഇത് ചീത്തായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പഴയ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഒരു അയൺ ബോക്സ് ഉപയോഗിച്ച് നിങ്ങളുടെ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യാൻ ശ്രമിക്കരുത്. ഒത്തിരി വീഡിയോസ് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടാവണം കുറേ പേരെങ്കിലും. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യല്. നിങ്ങളുടെ ഹെയർ ടെക്സ്ചേഴ്സ് പലരുടെയും പല രീതിയിലാണ്. അപ്പം ഈ അയൺ ബോക്സിൻ്റെയൊക്കെ ആ ഒരു ഹീറ്റിൽ നമ്മുടെ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മുടി എഫക്റ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യൽ. പിന്നെ നമ്മുടെ ദേഹത്തെങ്ങാനും വീണ് കഴിഞ്ഞാൽ പിന്നെ പൊള്ളി പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യൽ. അപ്പോൾ ഹെയർ എങ്ങനെയായിട്ട് സ്ട്രെയിറ്റൻ ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണാം. സോ വിതൗട്ട് എനി ഫർദർ ado, let's get into the video. അപ്പോൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണേ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. ഒരു 80% ഉണങ്ങി, ഇനി ഒരു 20% കൂടെ ഉണങ്ങാനുണ്ട്. അപ്പോൾ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മുടി നന്നായിട്ട് ഉണങ്ങിയിരിക്കണം. അങ്ങനെ ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെറിയ രീതിയിൽ നനവുണ്ടെങ്കിൽ ആ നനവ് തട്ടി, നമ്മുടെ സ്കാൽപ്പിൻ്റെ അവിടെ നനവുണ്ടെങ്കിൽ അത് നനവ് തട്ടി ഈ സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ അതിന് ചൂടും കൊണ്ട് നമുക്ക് പൊള്ളൽ പോലെ ഒരു തോന്നലുണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. മാത്രമല്ല നമ്മുടെ ഹെയറിൽ ഇച്ചിരി നനവുണ്ടെങ്കിൽ ഈ സ്ട്രെയിറ്റനർ യൂസ് ചെയ്യുമ്പോൾ അത്രയും നല്ല എഫക്റ്റും കിട്ടില്ല, മുടി ഡാമേജ് ആവാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെയർ ഉണങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫിലിപ്സിൻ്റെ ഒരു ഹെയർ ഡ്രയറാണ്. അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് മുടി ഉണക്കിയെടുക്കുകയാണ്. അതിനുശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയണം. അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് ടൂത്ത് കോംബ് എടുത്ത്, അതായത് വലിയ പല്ലുകളുള്ള ചീപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ചീകി ജടയെല്ലാം കളയണം. അപ്പോൾ മുടി സെക്ഷൻ ചെയ്തിട്ടാണ് ഞാൻ സ്ട്രെയിറ്റ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടി 2 ഹെയർ ബാൻഡും ഒരു ക്ലിപ്പും എടുത്തിട്ടുണ്ട്. അപ്പം ഈസി ആയിട്ട് സെക്ഷൻ ചെയ്തിട്ട് ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, 2 സെക്ഷനായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് നടുക്കുന്ന ഒരു വകുപ്പെടുത്ത് 2 സെക്ഷനായിട്ട് തിരിക്കുകയാണ്. ഇനി ഹെയർ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നതിന് മുന്നേ നല്ലൊരു ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് യൂസ് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടോണി ആൻഡ് ഗൈയുടെ ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ അലോവേറയുടെ മിക്സ് യൂസ് ചെയ്താലും മതി. അത് എത്രത്തോളം വർക്ക് ആവുമെന്ന് എനിക്കറിയില്ല, എന്നാലും അത് ഹീറ്റ് പ്രൊട്ടക്റ്റിന് പകരം യൂസ് ചെയ്യാം. കാരണം നമുക്ക് പിന്നെയും നമ്മുടെ മുടി ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വേണം ഹെയർ സ്ട്രെയിറ്റ്നറൊക്കെ യൂസ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, 2 സെക്ഷനായിട്ട് എടുത്തിട്ട് നന്നായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സ്പ്രേ ചെയ്ത ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് എല്ലായിടത്തും സ്പ്രെഡ് ആവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ചീകി കൊടുക്കുക. ഒരു ഹെയർ ബാൻഡ് ഉപയോഗിച്ച് 2 സെക്ഷനായിട്ട് തിരിച്ച് കെട്ടി വയ്ക്കുകയാണ്.
അപ്പോൾ നല്ല രീതിയിൽ സ്ട്രെയിറ്റൻ ആയിട്ട് വരണമെങ്കിൽ ചെറിയ സെക്ഷൻസ് എടുത്ത് സ്ട്രെയിറ്റൻ ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന സ്ട്രെയിറ്റ്നർ എന്ന് പറയുന്നത് ഫിലിപ്സിൻ്റെ തന്നെ സ്ട്രെയിറ്റ്നറാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ട്രെയിറ്റ്നറാണ്. അപ്പോൾ ആദ്യത്തെ 2 സെക്ഷൻസ് ഞാനിപ്പോൾ സ്ലോ ആയിട്ട് കാണിക്കാം. കാരണം ഇത് ഒത്തിരി ടൈം എടുക്കും നമ്മളിപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും. ഒരു സ്ലോ ആയിട്ട് ചെയ്താലും ഒരു 45 മിനിറ്റ്സോളം എടുക്കും. ഇപ്പം ഞാൻ ചെറിയ പ്രാക്ടീസൊക്കെ ചെയ്ത് അതൊരു 15-20 മിനിറ്റ്സിനുള്ളിൽ ചെയ്ത് തീർക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെക്ഷൻ എടുത്തിട്ട് നമ്മുടെ റൂട്ട് തുടങ്ങുന്ന സ്ഥലത്ത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരുന്നതിൻ്റെ കൂടെ നമ്മുടെ ചീപ്പില്ലേ അത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കൂടെ ചീകി കൊടുക്കുക. അപ്പോൾ ആ ഹീറ്റ്, ആ മുടിയിൽ പോകുന്ന ഹീറ്റ് എല്ലായിടത്തും ഒരുപോലെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2-3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഹെയർ ഭയങ്കര കേളി ആണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നത് വരെ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട്. ഇതുപോലെ തന്നെ ഓരോരോ ചെറിയ സെക്ഷൻസ് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇങ്ങനെ 2 സൈഡിൽ കെട്ടിയിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ കംഫർട്ടബിൾ. പക്ഷേ ഞാൻ ഡെയിലി ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്യാറില്ല. വല്ലപ്പോഴും എന്തെങ്കിലും പാർട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണം, എനിക്ക് സ്ട്രെയിറ്റൻ ചെയ്യണം എന്നും തോന്നണമെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അതാണ് കുറച്ചുകൂടെ എളുപ്പം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് സെക്ഷൻ മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 2ാമത്തെ സെക്ഷൻ ഒരു ചെറിയ സെക്ഷൻ എടുത്തിട്ട് ആ റൂട്ട് ഏരിയ എൻ്റെ നോർമൽ ഹെയർ ആണ്, ചെറിയ കേളി ഹെയർ ആണ്. അപ്പം അവിടെ മാത്രം ജസ്റ്റ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ചീപ്പ് ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ചീകി കൊടുക്കണം. അപ്പോഴത്തേക്കും നല്ലപോലെ സ്ട്രെയിറ്റായി കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കും ആ കൺട്രോൾ, എങ്ങോട്ടും അങ്ങോട്ടും വിട്ടുപോയില്ല. മാത്രമല്ല ഈ മുടിയിൽ നമ്മൾ കൈ കൊണ്ട് പിടിക്കുകയാണെങ്കിൽ ആ ചൂട് കാരണം കൈ ചെറുതായിട്ട് പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ചീപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ചീകി കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ സെക്ഷൻസും എടുത്ത് സ്ട്രെയിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഒരു സെക്ഷൻ ഏകദേശം തീരാറായി. അപ്പം ഇത്രയും വലിച്ച് നീട്ടിയത് അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിച്ച് നീട്ടിയത്. ബോറടിച്ച് കാണും, ഇത്രയും നേരം ആരും ഇരുന്നിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരണത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സെക്ഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ചെറിയ സെക്ഷൻ എടുക്കുക, അത്രയും ചെറിയ സെക്ഷൻ എടുത്ത് ചെയ്യുക. കാരണം ഫ്രണ്ട് സെക്ഷനാണ് പെട്ടെന്ന് ചുരുണ്ട് കയറാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ എത്രയും ചെറിയ സെക്ഷൻ എടുക്കുക, അത്രയും ചെറിയ സെക്ഷൻ എടുത്തിട്ട് ചെയ്യണം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞു. ഞാനിനി എൻ്റെ സ്ട്രെയിറ്റൻ ചെയ്യാത്ത സൈഡ് ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ടിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് സ്ട്രെയിറ്റൻ ചെയ്യാത്ത സൈഡും സ്ട്രെയിറ്റൻ ചെയ്ത സൈഡും. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഞാനിപ്പോൾ ഈ സൈഡും കൂടെ സ്ട്രെയിറ്റൻ ചെയ്തിട്ട് ഉള്ള റിസൾട്ടാണിത്. ഞാനിപ്പോൾ ആ വീഡിയോ കംപ്ലീറ്റ് ഇടാത്തതിന് കാരണം ഇത് വീഡിയോ അല്ലെങ്കിൽ ഒത്തിരി ലെങ്തി ആയിപ്പോൾ, അതുകൊണ്ടാണ് അതും കൂടെ ഇടാത്തത്. അപ്പോൾ അതിന് ശേഷം അത് 2 സൈഡും സ്ട്രെയിറ്റൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫിനിഷിങ് ടച്ച് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നല്ലൊരു ഷൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹെയർ സിറം കൂടെ അപ്ലൈ ചെയ്യാണ്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഹെയർ സിറം വന്നിട്ട് ലിവോൺ ഹെയർ സിറമാണ്. ഈ ഹെയർ സിറത്തിൻ്റെ റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് നന്നായിട്ട് മുടിയുടെ താഴത്തെ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതേ ഫൈനൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ് അവസാനം സ്ട്രെയിറ്റൻ ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ കുറേ പേരെങ്കിലും ഞാൻ പറയണത് കേട്ടിട്ടുണ്ട് സ്ട്രെയിറ്റൻ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നോർമൽ സ്റ്റേജിലോട്ട് വരുന്നു. കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നെങ്കിൽ പ്രോപ്പറായിട്ട് സ്ട്രെയിറ്റൻ ചെയ്ത് കാണില്ല, അതുകൊണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല അങ്ങനെ ചെറുതായിട്ട് കേളി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഭയങ്കരമായിട്ട് കേളി ആവാൻ ചാൻസ് കൂടുതൽ ഈ ഒരു ഭാഗത്താണ്. കാരണം നമ്മൾ മുഖം കഴുകുമ്പോൾ വെള്ളം വീണിട്ട് അത് നോർമൽ സ്റ്റേജിലോട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് അത്രയും പോർഷൻ മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ദിവസത്തോളം അങ്ങനെ തന്നെ ഇരിക്കും. അതായത് നെക്സ്റ്റ് ഹെയർ വാഷ് വരെയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ പറയാനുള്ളത് പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ആർക്ക് വേണോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യാറ്. അപ്പോൾ ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുള്ളായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.